മൂത്തേടം കാരപ്പുറം കൽക്കുളത്ത് പുലി ആടിനെ കടിച്ചുകൊന്നു. പടുക്ക ഫോറസ്റ്റ് ഓഫീസിന് സമീപം നെല്ലിക്കുത്ത് കാരപ്പുറം റോഡരികിൽ മുണ്ടുകോട്ടയ്ക്കൽ ജോസ് തോമസ് എന്ന ബിജുവിന്റെ ആടുകളിൽ ഒന്നിനെയാണ് പുലി കടിച്ചുകൊന്നത്. ശനിയാഴ്ച രാവിലെ 5ഓടെയാണ് സംഭവം. ഉപജീവനത്തിനായി ആടുകളെ വളർത്തുന്ന ബിജുവിന്റെ വീടിനോട് ചേർന്നുള്ള കൂട്ടിൽ കയറിൽ കെട്ടിയിട്ട ആടിനെയാണ് പുലി കടിച്ചുകൊന്നത്. 1 മാസം പ്രായമുള്ള 2 കുട്ടികളുള്ള ഈ ആടിന്റെ കഴുത്തിന്റെ ഇരുവശങ്ങളിലും ആഴത്തിലുള്ള മുറിവുണ്ട്. കൂട്ടിലെ മറ്റാടുകളുടെ ശബ്ദം കേട്ടുണർന്ന ബിജുവിന്റെ മകനാണ് പുലിയെ കണ്ടത്. ആളനക്കം മനസ്സിലാക്കിയ പുലി സമീപത്തെ പടുക്ക വനത്തിലേക്ക് ഓടി മറയുകയായിരുന്നുവെന്ന് ബിജു പറയുന്നു. 5 മണിക്കായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഞങ്ങൾ ഉറക്കത്തിലായിരുന്നു. അപ്പോൾ എൻ്റെ മകനാണ് കണ്ടത്. ഞങ്ങൾ ഇതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ മകൻ കണ്ടു. അവൻ പിന്നെ പെട്ടെന്ന് അലർച്ച കേട്ട് പിന്നെ ലൈറ്റ് അടിക്കുമ്പോൾ ഇത് കൂട്ടിലേക്ക് കൈവച്ച് പുറത്തുകൂടി കൈവച്ച് ഇതിനെ വലിക്കുന്നതാണ് അവൻ കണ്ടത്. ലൈറ്റ് കണ്ടപ്പോൾ അവനെ ഒന്ന് നോക്കി ഇത് ചാടി വനത്തിലേക്ക് മറിയുകയും ചെയ്തു. അപ്പോൾ തന്നെ ഞങ്ങൾ പുറത്തിറങ്ങി ഇതിനെ നോക്കുമ്പോൾ വളരെ അവശ നിലയിലായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടുന്ന് പനോലൻ ബഷീറൊക്കെ ഇവിടെ വന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇവിടെ പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷനിൽ പോയി. അവിടുത്തെ ഡെപ്യൂട്ടി സാറും വേറെ സാറും കൂടി ഇവിടെ കടന്നു വരികയും വന്ന് സംസാരിക്കുകയോ ചെയ്ത് അവരപ്പോൾ തന്നെ അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നീട് RRTയിലേക്ക് വിളിച്ചു. അവരും അതിനുശേഷം ഇവിടെ കടന്നു വരികയും മൃഗ ഡോക്ടറെ വിളിച്ചു. അതിനിടയ്ക്ക് ഇവിടെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ വരികയും അതിൽ ഞങ്ങളോട് സഹകരിക്കുകയൊക്കെ ചെയ്തു. ഇത് ഞങ്ങളുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ്. കാലാകാലങ്ങളായി ഞങ്ങൾ ഇതുകൊണ്ടാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ നമ്മുടെ ഈ ഏരിയയിൽ കാടുകൾ ഇവിടെ വളർന്നു നിൽക്കണം. ഒരു 20 മീറ്ററിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ കാടുകളൊന്ന് വെട്ടി തെളിച്ച് അതിന് വേണ്ടുന്ന സൗകര്യം ചെയ്യുവാനും പിന്നെ ക്യാമറയോ ഇല്ലെങ്കിൽ കൂട് ഇവിടെ സ്ഥാപിച്ചാൽ തീർച്ചയായിട്ടും അതിനെ പിടിക്കാൻ കഴിയുമെന്നാണ് എന്റെ പൂർണ്ണ. രാവിലെ നടത്തിയ പരിശോധനയിൽ കൂടിന് സമീപവും നെല്ലിക്കുത്ത് കാരപ്പുറം റോഡരികിലുമെല്ലാം പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. വിവരമറിഞ്ഞ് സമീപത്തെ പടുക്ക സ്റ്റേഷനിലെയും വളവശ്ശേരി ഔട്ട്പോസ്റ്റിലെയും വനം ഉദ്യോഗസ്ഥരും നിലമ്പൂരിൽ നിന്ന് വനം ദ്രുതകർമ്മസേനയും സ്ഥലത്തെത്തി പരിശോധന നടത്തി കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. മൂത്തേടം വെറ്റിനറി സർജൻ ഡോക്ടർ റെയ്നു ഉസ്മാൻ ആടിന്റെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തി. അതേസമയം പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും വനാതിർത്തിയിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാനും വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഉസ്മാൻ ആവശ്യപ്പെട്ടു. വന്യമൃഗശല്യം രൂക്ഷമായി നമ്മുടെ മൂത്തേടം പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല പ്രാവശ്യവും നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഇതിന് ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിന് ശാശ്വതമായ പരിഹാരം കാണുന്നില്ല. കർഷകരൊക്കെ വലിയ പ്രയാസത്തിലാണ്. അതുപോലെ തന്നെ ജോലിക്ക് പോകാൻ ടാപ്പിംഗ് അടക്കമുള്ള ആൾക്കാർക്ക് ജോലിക്ക് പോകാനുള്ള പ്രയാസമുണ്ട്. അടിയന്തരമായി പുലി കുറച്ച് കാലങ്ങളിലെ നമ്മുടെ വെള്ളാരമുണ്ട പ്രദേശങ്ങളിലുണ്ടായിരുന്നു. അന്ന് അവിടെ പോയി നോക്കി അന്നും ഈ വിഷയങ്ങൾ പറഞ്ഞതാണ്, ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. പക്ഷെ അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും നീക്കം നടന്നിട്ടില്ല എന്നുള്ളതാണ്. ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. അപ്പോൾ എന്തായാലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഇടയിലുണ്ട്. ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ അടിക്കാടുകൾ വെട്ടാൻ നമ്മൾ തീരുമാനിച്ചിരുന്നു. അതിപ്പോഴും പൂർണ്ണമായി അടിക്കാട് വെട്ടിയിട്ടില്ല. ഇന്നിപ്പോൾ ആരംഭിക്കുന്നത് കണ്ടു. അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ ഒരു മേലുള്ളൊരു കടന്നുകയറ്റമാണ്. അപ്പോൾ ജനങ്ങൾക്ക് സൗകര്യമായി ജീവിക്കാനും അതുപോലെ തന്നെ കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ അവിടെ മതിൽ പിന്നെ അവിടെ പൊളിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ആംഗിങ് ഫെൻസിങ് നമ്മൾ നിർമ്മിക്കാൻ എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൽ എത്രയും പെട്ടെന്ന് ഈ പിന്നെ പ്രവൃത്തികൾ ആരംഭിച്ചുകൊണ്ട് ഈ പുലിയെ പിടിക്കാനുള്ള കൂടുകൾ എത്രയും പെട്ടെന്ന് സ്ഥാപിച്ച് ക്യാമറകൾ സ്ഥാപിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാട്ടാനയും പുലിയും കടുവയും കരടിയും ഒക്കെ മലയോര ജനതയുടെ ഉറക്കം കെടുത്തുകയാണെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ ക്രിയാത്മക ഇടപെടലുകൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും തൃണമൂൽ കോൺഗ്രസ് ജില്ലാ ട്രഷറർ ഉമ്മൻ ഇട്ടേപ്പാടനും ആവശ്യപ്പെട്ടു. ഈസ്റ്റ് ലൈവ് എടക്കര.